ബാലമുരുകന്റെ രക്ഷപ്പെട്ടതിൽ തമിഴ്നാട് പോലീസിന് വൻ വീഴ്ചയാണുണ്ടായിരിക്കുന്നത്. ആലത്തൂരിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് കൈവിലങ്ങില്ലാതെ പുറത്തേക്കിറങ്ങുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ബാലമുരുകനായി അന്വേഷണം ഊർജിതമാണ്. കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഈ ദൃശ്യങ്ങളിൽ നോക്കിയാൽ തന്നെ മനസ്സിലാകാം വളരെ ലാഘവത്തോടെയാണ് ആ പ്രതി ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത്, കൈവിലങ്ങ് പോലുമില്ലാതെ. ഇതിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാണ് പോലീസ് എത്രത്തോളം ലാഘവത്തോടെയാണ് ഈ പ്രതിയെ കൈകാര്യം ചെയ്തത് എന്നുള്ള കാര്യം. മിനിയാന്ന് വൈകുന്നേരമാണ് ഈ ബാലമുരുകനെ തമിഴ്നാട് പോലീസ് വിചാരണയ്ക്ക് ശേഷം തിരിച്ച് കേരളത്തിലേക്ക് വിയ്യൂർ ജയിലിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ ബാലമുരുകൻ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഇത് തമിഴ്നാട്ടിൽ തന്നെ നിരവധി കേസുകൾ, അതായത് 54 കേസുകളിൽ ബാലമുരുകൻ പ്രതിയാണ്. നിരവധി കേസുകൾ തമിഴ്നാടുമായി ബന്ധപ്പെട്ടുള്ളത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രൊസീജിയർ നടന്നു വരുന്നുമുണ്ട്. കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് ബാലമുരുകൻ ഇത്തരത്തിൽ പോലീസിനെ കബളിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ചും ഇതേ പ്രൊസീജിയറിനിടയിൽ തന്നെ തമിഴ്നാട്ടിലേക്ക് പോലീസ് കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഇതേ സമയത്ത് തന്നെ ബാലമുരുകൻ രക്ഷപ്പെട്ട സാഹചര്യങ്ങളുണ്ട്. അത്തരം ഈ ജയിലിൽ നിന്നും ചാടാനുള്ള ടെൻഡൻസിയുള്ള ഒരു പ്രതിയെ കൊണ്ടുവരേണ്ടുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ മുൻ പരിചയമുള്ള ഒരു പ്രതിയെ കൊണ്ടുവരേണ്ടുന്ന സാഹചര്യത്തിലായിരുന്നില്ല ബാലമുരുകനെ കൊണ്ടുവന്നിരുന്നത് എന്നുള്ള കാര്യമാണ് ദൃശ്യങ്ങളിൽ നമുക്കത് കാണാം, വളരെ വ്യക്തമാണ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അതായത് തമിഴ്നാട് പോലീസിന്റെ മൊഴി വീണ്ടും കേരള പോലീസ് പുനഃപരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ ബാലമുരുകനുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയ കൊടും ക്രിമിനലിനെ എങ്ങനെയാണ് ഇത്തരത്തിൽ അതും അതിസുരക്ഷാ ജയിലിൽ ആയിരുന്നു ബാലമുരുകൻ 2023 സെപ്റ്റംബർ മുതൽ അതിസുരക്ഷാ ജയിലിലായിരുന്നു ഉണ്ടായിരുന്നത്. അത്രയും ഒരു കാറ്റഗറിയിലുള്ള ക്രിമിനലിനെ ഏത് സാഹചര്യത്തിലാണ് ഇത്ര ഒട്ടും സുരക്ഷയില്ലാതെ അല്ലെങ്കിൽ ഒട്ടും കൺസേൺ ഇല്ലാതെ പോലീസ് കൊണ്ടുവരുന്നത് എന്നുള്ള ദൃശ്യങ്ങളാണ് ആലത്തൂരിൽ വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയപ്പോൾ അദ്ദേഹത്തിന്റെ കൈവിലങ്ങ് അഴിച്ചു മാറ്റിയിരുന്നു. ഇത് സ്വാഭാവികമായ ഒരു പ്രൊസീജിയറാണ്. പക്ഷെ തിരിച്ചെത്തുമ്പോൾ അത് കൈവിലങ്ങ് ഇടുകയും ലോക്ക് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അത് മാത്രമല്ല, ഇത്ര വലിയൊരു ക്രിമിനലിനെ കൊണ്ടു നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന അതല്ലെങ്കിൽ അതിന് നൽകേണ്ടുന്ന സുരക്ഷാ സംവിധാനങ്ങളൊന്നും പോലീസ് നൽകിയിട്ടില്ല എന്നുള്ള കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണ്. നമുക്ക് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത് ഈ ആലത്തൂരിലെ ഹോട്ടലിൽ വെച്ച് ഭക്ഷണം കഴിക്കാനുണ്ടെങ്കിൽ വളരെ ലാഘവത്തോടെയാണ്. അതായത് ആ ബാലമുരുകൻ കയറി ചിലപ്പോൾ അവിടെ വെച്ച് തന്നെ ഈ ചാടിപ്പോകേണ്ട സാധ്യതയുള്ള ഒരു ആംബിയൻസ് ആണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. എന്തായാലും കൈവിലങ്ങ് അഴിച്ചു മാറ്റിയിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. തുടർന്ന് വിയ്യൂർ ജയിലിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ പോലും കൈവിലങ്ങ് അണിയിച്ചിരുന്നില്ല. മാത്രമല്ല, ജയിലിന്റെ സമീപത്തെത്തുമ്പോഴാണ് ബാലമുരുകൻ ശുചിമുറിയിൽ പോകണമെന്ന് പറയുന്നത്. അത് ജയിലിന്റെ സമീപത്ത് എത്തിയത് കൊണ്ട് തന്നെ ഒരു പക്ഷേ പോലീസിന് അത് ജയിലിനുള്ളിലേക്ക് കയറ്റുന്ന ഒരു സാഹചര്യത്തിൽ അത് ആകാമായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഒരു പോലീസുകാരൻ മാത്രമാണ് ബാലമുരുകനൊപ്പവും അപ്പോഴും സുരക്ഷാ സംവിധാനങ്ങളുമായി പോയിട്ടുള്ളത്. ബാലമുരുകന് വേണ്ടിയിട്ടുള്ള ഈ തിരച്ചിൽ ഊർജിതമാക്കുന്ന സാഹചര്യത്തിലും ഈ ഒപ്പം ഉണ്ടായിരുന്ന ഒരു പോലീസ് ബാലമുരുകനെ കൈകാര്യം ചെയ്യുന്നത് വളരെ ലാഘവത്തോടെ ആണ് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ബാലമുരുകൻ അത് മാത്രമല്ല, ഇന്നലെ കണ്ടത് ഒടുവിൽ അദ്ദേഹത്തെ കണ്ടത് ഇന്നലെ പുലർച്ചെയാണ് 2:30 വിയ്യൂർ ജയിലിന് സമീപം പാടൂക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ബാലമുരുകനെ കണ്ടതെന്നാണ് പറയുന്നത്. അദ്ദേഹം മോഷ്ടിച്ചതെന്ന് കരുതുന്ന ഒരു സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോഴാണ് പോലീസിനെ കണ്ട് സൈക്കിൾ ഉപേക്ഷിച്ചിട്ട് സമീപത്തുള്ള പാടത്തുകൂടി ഓടി രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് പോലീസ് അന്വേഷിച്ച് നടന്നിരുന്നു, പക്ഷെ ആ പ്രദേശത്തൊന്നും കണ്ടെത്താനായില്ല. ഈ റെയിൽവേ ട്രാക്ക് ഉണ്ട് സമീപത്ത്, അതുകൊണ്ട് അവിടെ ഓടിക്കയറി ട്രെയിനിൽ കയറി രക്ഷപ്പെടാൻ സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. അതുപോലെ കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലൂടെയുള്ള ഏതെങ്കിലും വാഹനത്തിൽ കയറിയിട്ടുണ്ടോ, അത്തരത്തിൽ ബസ്സിൽ കയറി പോയിട്ടുണ്ടാകുമോ, അതല്ലെങ്കിൽ ഏതെങ്കിലും വാഹനത്തിന് കൈ കാണിച്ച് കയറി പോയിട്ടുണ്ടാകുമോ എന്നുള്ള കാര്യത്തിലും
അങ്ങനത്തെ ഒരു സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. നഗരത്തിന് സമീപത്തും ജില്ലകളിലും വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വ്യാപകമായ തെരച്ചിലാണ്. അത് മാത്രമല്ല, ഇന്നലെ ബാലമുരുകന്റെ ചെരുപ്പ് ഈ ജയിൽ വളപ്പിൽ നിന്നും കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഡോഗ് സ്ക്വാഡിനെ വിട്ട് എൻക്വയറി അന്വേഷണം നടത്തുന്ന ഒരു സംഘം കൂടി ഉണ്ട് ഈ അന്വേഷണ സംഘത്തിൽ. അത് ബാലമുരുകന്റെ ചെരുപ്പാണ് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടെങ്കിലും ഏത് സാഹചര്യത്തിലാണ് ജയിൽ വളപ്പിൽ ബാലമുരുകൻ ഈ സൈക്കിളിൽ കയറി പോകുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ജയിൽ വളപ്പിലേക്ക് എടുത്തു ചാടി എന്നാണ് തമിഴ്നാട് പോലീസ് നേരത്തെ കേരള പോലീസിനോട് പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു സാഹചര്യം രണ്ടും കൂടി ചേർത്ത് വായിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യവും വ്യക്തമാണ്. ജയിൽ വളപ്പിൽ തന്നെ അന്വേഷണം ലിമിറ്റഡ് ആക്കാൻ വേണ്ടിയിട്ടാണോ അത്തരത്തിലുള്ള ഒരു കാര്യം? അതാണ് ആജ്ഞ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരമൊരു സംഭവം മുൻപും ആവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ആ ഒരു സാഹചര്യത്തിൽ പോലും പ്രതിയെ ഇത്ര ലാഘവത്തോടെ കൈകാര്യം ചെയ്ത തമിഴ്നാട് പോലീസ്, അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ പ്രതിയെ രക്ഷപ്പെടാൻ തമിഴ്നാട് പോലീസ് സഹായിക്കുകയായിരുന്നു എന്നൊരു സംശയം കൂടി അവിടെ നിലനിൽക്കുകയല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. നമുക്ക് കാര്യങ്ങൾ ദൃശ്യങ്ങളിൽ നിന്നുമായാലും അല്ലാതെ കാര്യങ്ങൾ വ്യക്തമായി വരുന്നത് അങ്ങനെയാണ്. തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടു കൂടിയാണ്. അങ്ങനെ ഉറപ്പിക്കാനായിട്ടില്ലെങ്കിൽ പോലും ഏതാണ്ട് സാഹചര്യം വെളിവാക്കുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം തമിഴ്നാട് പോലീസാണ് പറഞ്ഞത് ഈ ജയിൽ വളപ്പിലേക്ക് ബാലമുരുകൻ എടുത്തു ചാടി എന്ന് പറഞ്ഞു. അതേ ബാലമുരുകനെ പോലീസ് മറ്റൊരു സൈക്കിളുമായി പുറത്തു വെച്ച് കാണുകയും സൈക്കിൾ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എന്തായിരുന്നു സംഭവിച്ചത്? അതെങ്കിൽ ഏത് സാഹചര്യത്തിലായിരുന്നു ബാലമുരുകൻ പുറത്തേക്ക് ചാടിയത്? എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന് ഇത്തരത്തിൽ രക്ഷപ്പെടാനുള്ള സംവിധാനങ്ങളൊക്കെ പോലീസ് ഒരുക്കി കൊടുത്തതായിരുന്നു? ഈ ആലത്തൂരിൽ നിന്നും കൈവിലങ്ങ് അണിയിക്കാതെ കൊണ്ടുവന്ന സാഹചര്യത്തിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൈവിലങ്ങ് അഴിച്ചതാണെന്ന് പറയണം. ആ ഒരു സാഹചര്യത്തിൽ പോലും തിരിച്ച് കൈവിലങ്ങ് അണിയിക്കാതെ ബാലമുരുകനെ കൊണ്ടുവരുന്ന ഈ ജയിലിലേക്ക് കൊണ്ടുവരുന്ന ആലത്തൂരും വിയ്യൂരും തമ്മിൽ അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ അദ്ദേഹത്തെ കൈവിലങ്ങ് അണിയിക്കാതെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നതിലും ചേർത്ത് വായിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. എന്നിരുന്നാലും നേരത്തെ തന്നെ, അതായത് കഴിഞ്ഞ വർഷവും ഇതേ സാഹചര്യത്തിൽ തന്നെ ബാലമുരുകനെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി തിരിച്ചെത്തിക്കുമ്പോൾ അയാൾ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതേ സാഹചര്യം തന്നെ വീണ്ടും ആവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി നിന്ന മുൻകരുതൽ എടുത്തിരുന്നില്ല, അതല്ലെങ്കിൽ ബാലമുരുകൻ രക്ഷപ്പെട്ടോട്ടെ എന്നുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തതായിരിക്കാം. എന്നിരുന്നാലും ബാലമുരുകന്റെ പേരിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടി കേരള പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. ഇത്തരത്തിൽ രക്ഷപ്പെടാനുള്ള സാഹചര്യം ബാലമുരുകന് വേണ്ടി ഒരുക്കി കൊടുത്തതാണോ എന്നുള്ള ഒരു കാര്യം കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും CCTV ദൃശ്യങ്ങളുടെ പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആലത്തൂര് ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടലിൽ നിന്നും CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് CCTV ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ് എങ്ങനെയാണ് ഇത്രയും കൊടും ക്രിമിനലിനെ, അതായത് ഒരു തനിക്കെതിരെ സാക്ഷി പറഞ്ഞ സ്ത്രീയെ പോലും വകവരുത്തിയ ചരിത്രമുള്ള ആളാണ്, അത്തരത്തിൽ ഒരു കൊടും ക്രിമിനലിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്, എങ്ങനെയാണ് അയാളെ അതിസുരക്ഷാ കാറ്റഗറിയിൽ ഇത്ര കാലം ജയിലിൽ കിടന്ന ഒരാളെ തിരിച്ച് ജയിലിലേക്ക് എത്തിക്കുന്ന സംവിധാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യവും അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. അവിടെ വെച്ച് തന്നെ അയാൾക്ക് വേണമെങ്കിൽ പുറത്തേക്ക് ഓടിപ്പോകാവുന്ന എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. അത് ചെയ്തില്ല. അത് ചെയ്യാതെ ഈ സെൻട്രൽ ജയിലിന് അടുത്തെത്തിയപ്പോൾ, ഈ ഒരു ജയിലിന് അടുത്തെത്തിയപ്പോഴാണ് തനിക്ക് ശുചിമുറിയിൽ പോകണം, അത് പോലീസിന്റെ വേർഷനാണ്, ശുചിമുറിയിൽ പോകണം എന്ന് പറഞ്ഞ ശേഷമാണ് കാർ നിർത്തി ബാലമുരുകനെ പുറത്തിറക്കുന്നത് എന്ന് പറയുന്നു. ഒരു പോലീസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഒപ്പം എന്നും പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യം ചേർത്ത് വായിക്കുമ്പോൾ ഈ ബാലമുരുകനെ രക്ഷപ്പെടാൻ ഉള്ള സാഹചര്യങ്ങൾ തമിഴ്നാട് പോലീസ് ഉണ്ടാക്കിയതല്ലേ എന്ന് തോന്നിപ്പോകുന്നുണ്ട്.